ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കാർത്തിക പറയണ്ട് എന്റെ അമ്മ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പ്രകാശിന് ഭയങ്കര സന്തോഷമാണ്. എന്തൊക്കെ പറഞ്ഞു കാർത്തികയുടെ അമ്മേനെ വിവാഹം കഴിക്കാന്ന് പ്രകാശിനും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആഗ്രഹിച്ച പ്രകാശൻ കല്യാണിനെ കിരണിനെ കാണാൻ പോവാണ്. അവരുടെ മുഖത്തൊക്കെ പറയണ്ട് ഞാനിനി പിടിച്ചാ കിട്ടാത്ത കോടീശ്വരനാണ്, നിങ്ങളുടെ കമ്പനി വാങ്ങിക്കാൻ വരെ ആസ്തി എന്റെ അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദീപേ നീ എന്നെ പുച്ഛിച്ച് കളഞ്ഞല്ലോടി, നിനക്ക് 10 പൈസയുടെ ഗതിയില്ലാത്തവളല്ലേ നീ, മോളുടെ മരുമകന്റെ കൂടെ ചെലവിന് കഴിയല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കാണ്. എന്റെ ജീവിതം നീ നോക്കിക്കോടി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാർത്തികയുടെ അമ്മ സുന്ദരിയായിട്ടുള്ള അമ്മേനെ കാണാൻ വേണ്ടി റെഡിയായി നിൽക്കാണ് പ്രകാശൻ. ഇടക്കിടക്ക് കാർത്തികയുടെ ചോദിക്കണുണ്ട് കേട്ടോ, മോളുടെ അമ്മ എങ്ങനെയാ, സ്വഭാവം എങ്ങനെയാ, അങ്ങനെയാണ്, നാട് എവിടെയാന്നൊക്കെ ചോദിക്കുമ്പോൾ കാർത്തിക പറയും എന്റെ അമ്മേനെ കാണാൻ അതിസുന്ദരിയാണ്, ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ വിവാഹം 16 വയസ്സിൽ കഴിഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ അമ്മക്ക് വലിയ പ്രായമൊന്നുമില്ല, അച്ഛനായിട്ട് നന്നായിട്ട് ചേരും, എന്റെ അമ്മയുടെ പേര് ലക്ഷ്മി എന്നാണ്, കാണാൻ മഹാലക്ഷ്മിയെ പോലെയാണ്. പ്രകാശൻ അങ്ങനെ കാണാത്ത മഹാലക്ഷ്മിക്ക് വേണ്ടി അങ്ങനെ സ്വപ്നങ്ങളൊക്കെ നെയ്തു കൂട്ടാണ്. അങ്ങനെ പ്രകാശൻ അറിയാണ് കാർത്തികയുടെ കൂടെ ഓഫീസിൽ കാർത്തികയുടെ അമ്മ ലക്ഷ്മി ഉണ്ടെന്ന്. പ്രകാശൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ആദ്യമായിട്ട് കാണാൻ പോവല്ലേ, അതുകൊണ്ട് പ്രകാശൻ നല്ല അണിഞ്ഞൊരുങ്ങി പോകുമ്പോഴാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച കാണുന്നത്. ലക്ഷ്മി അവിടെ ഇരിക്കുവാണ്. പ്രൊമോയിൽ അങ്ങനത്തെ ഒരു ഭാഗം കാണിച്ചായിരുന്നു, ഇനി അത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണെന്ന് നമുക്ക് അറിയില്ല. എന്നാലും പ്രകാശൻ ലക്ഷ്മിനെ കാണുന്ന പോലത്തെ ഭാഗമാണ് വെച്ചത്. എന്തായാലും പ്രകാശായിട്ട് ഇടിട്ടടി കൊടുക്കാൻ തന്നെയാണ് കാർത്തികയും ലക്ഷ്മിയും വന്നിരിക്കുന്നത്. പ്രകാശിന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ അടി കിട്ടും. മാത്രമല്ല പ്രകാശ് ശരിക്കും തകരാൻ പോണത് ഇവരുടെ ചവിട്ടിലായിരിക്കും കേട്ടോ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ നിന്ന് രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.